ജനാധിപത്യത്തിൻ്റെ ഉത്സവം അത് തെരഞ്ഞെടുപ്പുകളാണ്. നമ്മുടെ കൊച്ചു കേരളം അത് ഈ കഴിഞ്ഞ ദിവസം നമ്മളും അതിനെ ആ തെരഞ്ഞെടുപ്പിലൂടെ കടന്നുപോയി. നമ്മുടെ നേതാവിനെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഞാൻ സൂചിപ്പിച്ചിരുന്നത് ഒരു ഫോട്ടോ ഫിനിഷാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പം നമ്മളൊക്കെ കാണുന്നതിലും കൂടുതൽ നമ്മുടെ അനുമാനങ്ങൾക്കും അതീതമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇടതുപക്ഷത്തു നിന്നും ആരും മിണ്ടുന്നില്ല ഞങ്ങൾ ജയിക്കുന്നോ സർക്കാരുണ്ടാക്കുന്നതിനെക്കുറിച്ച്. എന്നാൽ വലതുപക്ഷത്ത് അവർ ജയിച്ച മാതിരിയാണ്. കോൺഗ്രസ്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ അവർ ജയിച്ച മാതിരിയാണ്. ആദ്യമായിട്ട് മുനാവർ അലി തങ്ങൾ, പാണക്കാട് മുനാവർ അലി തങ്ങൾ, സാദിഖ് അലി തങ്ങളുടെ സഹോദരൻ വന്നിട്ട് ആദ്യ വെടി പൊട്ടിച്ചു, ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം. അത് മുകളിൽ നിന്നുള്ള കുഞ്ഞാലിക്കുട്ടി തൊട്ട് ഇങ്ങോട്ടുള്ള ഇതില്ലാതെ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കില്ല. അതിനുശേഷം കോൺഗ്രസിനുള്ളിൽ ആര് മുഖ്യമന്ത്രിയാവും? ഈ വി ഡി സതീശന് ഒരു വഴിക്ക് പോകുന്നു, ചെന്നിത്തല. അപ്പോൾ അവർ വിചാരിച്ചത് ചെന്നിത്തലയുണ്ട്, വി ഡി സതീശനുണ്ട്, ഇവിടെ സുധാകരനും മോഹമുണ്ട്, ആർക്ക് വേണമെങ്കിലും മോഹിക്കാം എന്ന സ്ഥിതിയിലാണ് കേരളത്തിലെ സ്ഥിതി. എന്നാൽ ഇതൊക്കും മേലെ ഒരാളങ്ങ് ഡൽഹിയിൽ ഇരിപ്പുണ്ട്. അങ്ങ് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകൻ, വലങ്കൈ, സാക്ഷാൽ ശ്രീമാൻ KC വേണുഗോപാൽ. അദ്ദേഹം MLA അല്ല, മത്സരത്തിന് നിന്നുമില്ല, നിയമസഭയിലേക്ക് മത്സരിച്ചുമില്ല. ജയിക്കും എന്ന സ്ഥിതി വന്നപ്പോൾ അദ്ദേഹത്തിനൊരു അരുളപ്പാടുണ്ടായി. ഡൽഹിയിൽ നമ്മുടെ ഈ രാഹുൽ മോഹൻ്റെ ചുറ്റും കിടന്ന് കറങ്ങി നടന്നിട്ട് കാര്യമില്ല. അതിന് പകരം ഉള്ള സ്വാധീനം, രാഹുലിൻ്റെയും സോണിയയുടെയും ആ കുടുംബത്തിലുള്ള സ്വാധീനം വെച്ച് മുഖ്യമന്ത്രി കസേരയിൽ അങ്ങോട്ട് കയറിയിരിക്കാം. ആൾ ചിന്തിച്ചാൽ തെറ്റില്ല. കാരണം ഇവരൊക്കെ ഇതിനു വേണ്ടി നടക്കുന്നത്. ഇനിയൊരു ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം 70-അടുത്ത് പ്രായമായിട്ടുണ്ട്. വി ഡി സതീശന് ഇനിയും കുറച്ച് വേണമെങ്കിൽ ഒരു 65 ആയിരിക്കാം എന്നാണ് എൻ്റെ അനുമാനം കേട്ടോ. ഞാൻ ഇത് നോക്കിയിട്ടല്ല പറയും. KC ഇവർക്കൊക്കെ ഇപ്പം കിട്ടുന്ന ഒരു അവസരം. പണ്ട് ആൻ്റണി ഇലക്ഷന് നിന്ന മാതിരി ഇദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ തിരൂരങ്ങാടിയിലാട്ടാണ് ആൻ്റണി നിന്നത്. അതുപോലെ 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ജയിക്കണം. അത് നിസ്സാര കാര്യം. ഏതെങ്കിലും കോൺഗ്രസ് മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ആളോട് രാജിവെക്കാൻ പറഞ്ഞ് കയറിപ്പോരാ. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കണം എന്നാണ് KC ചീട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇന്ന് പല വാർത്ത, അത് എങ്ങനെയാണെന്ന് നമുക്കെന്താ വെച്ചാൽ, ഈ വാർത്താ ചാനലുകൾക്കുള്ളിൽ പല ആൾക്കാരുണ്ട്. ഇവരോട് പറയും, വെറുതെ ഒന്ന് എൻ്റെയും കൂടി ഒരു ഫ്ലാഷായിട്ട് എൻ്റെ ഫോട്ടോ അടക്കം ഞാനാ മുഖ്യമന്ത്രി എന്ന് കൊടുക്കാൻ പറയും. അപ്പോൾ KC അതെടുത്തിട്ടിട്ടുണ്ട്. മറ്റ് മോഹികളും, മുഖ്യമന്ത്രി കസേര മോഹികളും ഇതൊക്കെ പുറത്തെടുത്ത് വീശുന്നുണ്ട്. അതിനിടയിൽ മുഹമ്മദ് ഷിയാസിനെതിരെ ഇവർ സംഘടിതമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബാബു, തൃപ്പൂണിത്തറയിൽ നിന്ന് ജയിച്ച ബാബു, മുൻ മന്ത്രിയായിരുന്ന ബാബുക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഷിയാസിനെ ആർക്കും ഇഷ്ടമല്ല. അവിടെ എറണാകുളത്ത് വന്ന് നിന്നതും ഇതല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അദ്ദേഹത്തിന് തോൽപ്പിക്കാനും സാധ്യതയുണ്ട്, തോൽക്കാനും സാധ്യതയുണ്ട് മുഹമ്മദ് ഷിയാസ്. അപ്പോൾ KC ഇറങ്ങിയിരിക്കുകയാണ്. ഇലക്ഷന് നിൽക്കാത്ത KC വന്നേക്കാണ്. കാരണം ഇവിടെ എന്തോ, അതായത് നമ്മൾ പറയില്ലേ, പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് പന്തളത്തുന്ന എന്തോ വരുന്ന കണ്ട് പറഞ്ഞ മാതിരി എലി ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് എലി വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ജയിക്കുന്നുള്ള ഒരു സൂചന കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പം അദ്ദേഹം, രാഹുൽ മോനെ, ഞാനല്ലടാ നിനക്കിതൊക്കെ പറഞ്ഞു തന്നെ, ഞാനില്ലെങ്കിൽ നീ ആരാ? ഇത്ര ഉപദേശിച്ച് ഞാൻ ഒരു വഴിക്കാക്കി. നിനക്കൊരു കഴിവില്ല. നിൻ്റെ പെങ്ങളോ വന്നിട്ടുണ്ട്, നിങ്ങൾ രണ്ടാളും കൂടിയും പിടിച്ചിട്ട് കിട്ടിയില്ല. നിങ്ങളെ രണ്ടാളും ഞാൻ വയനാട് കൊണ്ട് ജയിപ്പിച്ചു. 4 ലക്ഷം ഭൂരിപക്ഷം വയനാട് പെങ്ങൾക്ക് കിട്ടി. ആങ്ങൾക്ക് എത്രയോ 2-3 കിട്ടി. ഞാനല്ലടാ ഇതൊക്കെ തന്നെ. നിങ്ങൾ വേറെ എങ്ങ് നിന്നാലും ഡൽഹിയിലോ UP-യിലോ റായ്ബറേലിയിലോ എവിടെ ചെന്ന് നിന്നാലും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. അമേഠിയിലോ ഞാൻ പോയി ജയിപ്പിച്ചു. അമേഠിയിൽ തോൽക്കും ചെയ്തു രാഹുൽ ഗാന്ധി. നീ ആ മുഖ്യമന്ത്രി സ്ഥാനം എനിക്ക് ഇതാടാ. ഇത്ര നാൾ നിന്നെ കൊണ്ട് നടന്നില്ലേ? ഇത് കാര്യം ശരിയാണ്. നിൻ്റെ കഴിവുകേട് കൊണ്ടാണ് നമ്മൾ ഡൽഹിയിൽ കയറാൻ പറ്റാഞ്ഞ. ഡൽഹിയിൽ നമ്മൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ മോഡിജി എങ്ങനെ കഴിഞ്ഞിട്ട് അവസരം കിട്ടി എന്തെങ്കിലും ഭിന്നിപ്പോ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് ഞാൻ വന്ന് പറഞ്ഞുതരാം.
ഇപ്പം ഞാൻ ഇത്രയൊക്കെ രാജസ്ഥാനിൽ ഞാൻ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു, കർണാടകത്തിൽ സെറ്റിൽ ചെയ്തു, കോൺഗ്രസ്സിന് വേണ്ടി ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി. എനിക്ക് ആ മുഖ്യമന്ത്രി സ്ഥാനം. ഒരു പക്ഷേ ഇവിടെ വി ഡി സതീശനോ ചെന്നിത്തലയോ ചെന്ന് പറയുന്നതിനേക്കാളും കാലിബർ പവർ കെ സിക്ക് ഉണ്ട്. കെ സിക്ക് കൊടുത്തുകൂടായില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം കൂറുമാറ്റ നിരോധന നിയമമുണ്ട്. പാർട്ടിയിൽ നിന്ന് ആർക്കും വിട്ടുപോകാൻ പറ്റില്ല. അതിനെ പിളർത്തണമെങ്കിൽ 2/3 പകുതിയിൽ മേലെ അങ്ങോട്ട് പിളർത്തണം. അങ്ങനെ പിളർത്തി ചെന്നിത്തലയ്ക്കോ വി ഡി സതീശനോ കൊണ്ടുവന്ന് ഇടതിൻ്റെ കൂടെ കൂടാൻ പറ്റുമോ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളികൾ കളിക്കാൻ പറ്റുമോ? കാരണം ഇവർക്കൊക്കെ അവസരങ്ങൾ ഇനി കുറഞ്ഞു, പ്രായമായി വരാണ്. ഇനി അവസരങ്ങൾ കുറഞ്ഞു വരാണ്. ചെറുപ്പക്കാരല്ല ഇനിയൊക്കെ. ഇപ്പോൾ ട്രംപ് 82-ാം വയസ്സിൽ ഇവിടെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നു പറഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ല, അയാളുടെ ആരോഗ്യം വേറെയാണ്. പക്ഷേ ഇവർക്ക് ആവാൻ പറ്റുമോ എന്നുള്ളതാണ്. അവസരം ഇപ്പോഴേ വരുള്ളൂ. ഇനി 5 കൊല്ലം കാത്തിരിക്കണം. അന്ന് ഇടതിനോ ബി ജെ പിക്കോ പോയാൽ അതും കഴിഞ്ഞു. അപ്പം ഇതാണ് അവസരം. കെ സി അത് വിടുമോ? കെ സിക്കുമായി പ്രായം, നല്ല പ്രായമായി. അപ്പം കെ സി അവസരം മുതലെടുക്കും. കെ സി മുഖ്യമന്ത്രി ആവും. കാരണം രാഹുൽ മോനെ വളച്ചെടുത്തു കഴിഞ്ഞാൽ കാര്യം നടക്കും. രാഹുൽ മോൻ കെ സി പറഞ്ഞത് വിട്ടു പോകില്ല. അവിടെ വന്നാൽ പാർട്ടിയെ പിളർത്താനായിട്ടുള്ള ഊർജം ചെന്നിത്തലയ്ക്കും സതീശനും ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയം.